ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ആദ്യം പോയിണ്ടായിരുന്നത് ബാഗും കുടയൊക്കെ വാങ്ങാൻ വേണ്ടി സെഞ്ചുറിയിലേക്കായിരുന്നു. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതിലേക്കൊന്നും നോക്കാതെ നേരെ എൻ്റെ സൈഡ് ബാഗ് എടുക്കാൻ വേണ്ടി പോയി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനൊരു ബ്ലാക്ക് കുട എടുത്തിട്ടുണ്ടായിരുന്നു. ബാഗും 2 കുടയും വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ യൂണിഫോം എടുക്കാൻ പോവാണ്. നമ്മൾ യൂണിഫോം എടുത്തിട്ടുണ്ട്. ഈ വർഷം മുതൽ ഞങ്ങൾക്ക് കോട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഷോളായിരുന്നു. ഞാൻ യൂണിഫോം റെഡിമെയ്ഡാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് അന്ന് ഷേപ്പ് ആക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ടൈലറിങ് ഷോപ്പിൽ പോയി അത് കൊടുത്തിട്ട് എനിക്ക് നോട്ട് ബുക്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ. നമ്മളിപ്പോൾ KTS സ്റ്റോറിലാണുള്ളത്. അവിടുന്ന് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതാ ബാഗാണ്. ഇത് എൻ്റെ ബാഗല്ല കേട്ടോ, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇതെൻ്റെ അനിയൻ്റെ ബാഗാണ്. സ്പൈഡർമാൻ ടീമിലുള്ളൊരു ബാഗ്. അപ്പോൾ ഗൈസ്, ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച് വാങ്ങിയൊരു സംഭവം. മൈ ബാഗ്, ഈ സൈഡ് ബാഗ്. സൈഡ് ബാഗിനോട് എനിക്ക് എന്ത് ഇത്ര ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ചെന്നപ്പം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ തീമിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്കും ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള. അപ്പം ഇവിടെ ഒരു സിബുണ്ട്, പിന്നെ ഇവിടെ 2 സിബുണ്ട്, ഇവിടെ ഒരു സിബുണ്ട്. പോരെ, പിന്നെ എന്ത് വേണം? ഓക്കേ, പിന്നെ എൻ്റെ കൊട. പിന്നുള്ളത് അനിയൻ്റെ അംബ്രല്ല. അത് ഈ ആനിമൽ തീമിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഇങ്ങനെ കുറേ ആമയും ആനയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ആനിമൽ തീമിൽ വരുന്നൊരു കുടയാണ് അവൻ്റെത്. പിന്നുള്ളത് നമുക്കെല്ലാവർക്കും സ്കൂളിലേക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ നോട്ട് ബുക്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള നോട്ട് ബുക്സാണ്. വലിയതാണ് കേട്ടോ. ഇത് വരയുള്ളതും വരയില്ലാത്തതും ഉണ്ട്. പിന്നെ ഇതെനിക്ക് ട്യൂഷനിലേക്കുള്ള നോട്ട് ബുക്സാണ്. ഇത് ഇങ്ങനെ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ അനിയനും സ്കൂളിലേക്കുള്ളതുണ്ട്, എനിക്ക് ട്യൂഷനിലേക്കുള്ളതുണ്ട് കേട്ടോ. പിന്നെ 2 സെറ്റകത്ത്. പിന്നെ എനിക്ക് നെയിം സ്ലിപ്പ്. ഇത് അവിടെ ചെന്നപ്പം അവിടെ ഫുള്ള് ഈ മറ്റേ കുറേ ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്സ് ആയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇഷ്ടം. സോ ഞാൻ അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് ഒരു റാപ്പ് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ്. എക്സാമ്പിളായിട്ട് ജോമെട്രിക്കൽ ബോക്സ്, പിന്നെ സ്കെച്ച്, കുറേ ഐറ്റംസ്, റൈസേഴ്സ്, സ്കെയില്, പെന്ന്, പെൻസിലൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു പൗച്ചിലെല്ലാം ഉണ്ട്. അതും കൂടാതെ കുറേ പെൻസിൽസിൻ്റെ സെറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഈ സ്കൂളിലേക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ സ്കൂളിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് പൊതിയണം. അപ്പോൾ ഗൈസ്, ഇത്രയും നോട്ട് ബുക്സാണ് എൻ്റെത് ഇവിടെ പൊതിയാനുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് അത് മൊത്തം പൊതിയാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പൊതിയാൻ അറിയത്തില്ല, അമ്മയാണ് പൊതിഞ്ഞിരുന്നത്. ഞാനൊരു ഗുമ്മിന് വെറുതെ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഒന്ന് ഇരിക്കുന്നേന്നുള്ളൂ. എനിക്ക് പൊതിയാനൊന്നും അറിയത്തില്ല. ഇത്രയും വർഷമായിട്ടും അവർ പൊതിയുന്ന ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാണ്ട് ഞാൻ പൊതിഞ്ഞിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുതിയ നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സൊക്കെ കിട്ടുമ്പോൾ ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പുതിയ നോട്ട് ബുക്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക നല്ല മണം. ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇതൊക്കെ ഇങ്ങനെ പൊളിച്ച് കൊടുക്കില്ലേ, അതൊക്കെ ഈ പാട്ടിൻ്റെ സൗണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കേൾപ്പിച്ച് തരാം. നല്ല രസം.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പോരാളി. ഫുൾ ആയുധങ്ങൾ വെച്ചുള്ള കളിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും നോട്ട്ബുക്സ് ഇപ്പോൾ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര എണ്ണത്തിൽ ഞാൻ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളൊക്കെ അമ്മ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നോട്ടേ. ഇനി നമുക്കൊരു ചെറിയ ട്രാൻസിഷൻ ആയാലോ. ഇതാണ് എൻ്റെ സ്കൂൾ യൂണിഫോം. എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിനി ടൈം ടേബിൾ എടുത്ത് വയ്ക്കാം. ഗൈസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയുമാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉണ്ടോ നല്ല സോഫ്റ്റായി വറക്കുന്ന പുട്ട്. എന്താല്ലേ സോഫ്റ്റ്, ഇത്ര സോഫ്റ്റ്. ഓ മൈ ഗോഡ്. നമ്മൾ നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ മാറ്റൊക്കെ കഴിഞ്ഞു. നമുക്ക് സ്കൂളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്നാണ് സ്കൂളിൽ പോണത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ 3 ദിവസം സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ സ്കൂളിൽ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ. ഹായ്.